ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ പഴംപൊരിയുടെ റെസിപ്പിയാണ്. പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. എന്നാൽ നല്ല ടേസ്റ്റി ആയ പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറം ഭാഗമൊക്കെ മൊരിഞ്ഞ് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പാകത്തിന് മധുരമൊക്കെയുള്ള പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പഴംപൊരിയാണ്. അതിനു പകരം ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനിടയിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാൻ വിട്ടുപോയി. 2 ടേബിൾ സ്പൂൺ വറുത്ത പത്തിരിപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചായി വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഒഴിച്ച് മാവ് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറേ വെള്ളം കൊണ്ട് ഒഴിച്ചാൽ പഴംപൊരിയുടെ ബാറ്റർ ചിലപ്പോൾ ലൂസായി പോകും. അപ്പോൾ നോക്കി വെള്ളം ഒഴിച്ച് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ഇതിൽ ചേർത്ത പഞ്ചസാര മെൽറ്റായി വന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ച് നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ബാറ്റർ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി ഒരിക്കലും നന്നായി കിട്ടില്ല. പഴംപൊരി നന്നായിട്ട് എണ്ണ കുടിച്ചു പോകും. ഇപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ബാറ്റർ നമ്മൾ മുഴുവനായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോഴേക്കും പഞ്ചസാരയും മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അതിനിടയിൽ ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ റെക്കോർഡായി വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനിതാ മാവൊക്കെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് മാവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതാ ഇത്ര തിക്നെസ്സിലാണ് പഴംപൊരിയുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ഇതൊരു അടപ്പ് വെച്ച് അടച്ചു വെച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. അധികം പഴുക്കാത്ത പഴമോ എന്നാൽ നല്ലോണം പഴുത്ത് കറുത്ത പഴമോ തിരഞ്ഞെടുക്കരുത്. എൻ്റെ കയ്യിലുള്ള പഴം കണ്ടിട്ട് ആരും നന്നായി പഴുത്ത പഴമാണെന്ന് വിചാരിക്കരുത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചത് കാരണം ഇതിൻ്റെ തൊലി കറുത്തുപോയതാണ്. പക്ഷെ ഉൾവശം പാകത്തിന് പഴുത്തിട്ടാണുള്ളത്. നന്നായിട്ട് പഴുത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ വല്ലാതെ കുടിച്ചു പോകും. ഇതാ ഞാനിവിടെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പഴം നീളത്തിൽ 3ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള പഴം അധികം തടിയില്ലാത്ത പഴമാണ്. അതുകൊണ്ടാണ് ഞാൻ 3ആയിട്ട് സ്ലൈസ് ചെയ്യുന്നത്. കുറച്ചുകൂടി തടിയൊക്കെയുള്ള പഴമാണെങ്കിൽ 4ആയിട്ട് സ്ലൈസ് ചെയ്യേണ്ടി വരും. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ പഴം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ പഴംപൊരിയുടെ ടേസ്റ്റ് ഒന്നുകൂടി ഇരട്ടിക്കും. കാരണം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പഴം നല്ല തിക്കായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നതെങ്കിൽ പഴം നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മുടെ പഴംപൊരി ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ള പഴവും കൂടി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ എല്ലാ പഴവും ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് പഴം സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. പഴംപൊരി ഉണ്ടാക്കുന്ന ടൈമിൽ കഴിവതും വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമ്മുടെ പഴംപൊരിക്ക് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവാതെ ഇട്ടാൽ പഴംപൊരി നന്നായിട്ട് എണ്ണ കുടിച്ചു പോകും. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. 2-3 ഡ്രോപ്പ് മാവ് എണ്ണയിൽ ഉറ്റിച്ചു കൊടുക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് പൊങ്ങി വീർത്ത് വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇതാ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് പഴം ഇട്ട് കൊടുക്കാം.
എന്നിട്ട് പഴത്തിലേക്ക് മാവ് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം മാത്രമേ ഞാൻ ഓരോരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എൻ്റെ പാൻ വലിയതായത് കൊണ്ടാണ് ഞാൻ പഴം നീളത്തിൽ കട്ട് ചെയ്തത്. ചെറിയ പാത്രത്തിലൊക്കെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കേണ്ടി വരും. ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരിയുടെ പുറം ഭാഗം ഹാർഡായി പോകും. എന്ന് വെച്ച് ഒരുപാട് തീയായി കഴിഞ്ഞാൽ പഴംപൊരി ചിലപ്പോൾ കരിഞ്ഞെന്ന് വരും. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടും ഉണ്ടാവുകയില്ല. എന്നാൽ അത്യാവശ്യം എണ്ണയ്ക്ക് നല്ല ചൂടും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ഒരു അരിപ്പ പാത്രത്തിലോ ടിഷ്യൂ പേപ്പറിലോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി എല്ലാം കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ പഴംപൊരി എല്ലാം ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പഴംപൊരി ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല പാകത്തിന് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് പഴംപൊരി ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.